എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം വല്ലാത്ത വിശാലമുള്ളതാണ്. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളില്ലേ? ഉണ്ടോ? ഈ പള്ളിക്ക് തന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 വാതിൽ. ഇതിന് തന്നെ ഉണ്ട്. സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ടെന്ന്. ജന്നാത്തി അദ്നിന മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ സ്വർഗത്തിന് വാതിലുണ്ടെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കാം. ഖുർആനിന്റെ മറ്റൊരു ഭാഗം നോക്ക്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. അങ്ങനെ അതിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിനകത്തുകൂടെ കടന്നു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. സ്വർഗത്തിന് കവാടമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പിന്നെയും പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം നോക്ക്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും അതാ വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. പടച്ചവനെ, മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അതാ സ്വർഗത്തിലേക്ക് ജനങ്ങളെ ആനയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്നാ. സ്വർഗത്തിന് കവാടമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശുദ്ധമായ റമളാൻ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുകയാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, സ്വർഗത്തിന്റെ വാതിലിൽ കട്ടിലകൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും ഹിറായുടെയും അല്ലെങ്കിൽ മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് കവാടങ്ങളുണ്ട്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. നമ്മൾ റമളാൻ മാസം വരുമ്പോൾ പറയും, റമളാൻ വരുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ കവാടങ്ങളുടെ ഇടയിലുള്ള ദൂരം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മക്കയുടെയും ബുസ്രയുടെയും ഇടയിൽ എത്രയോ കിലോമീറ്ററുകൾ ദൂരം, എത്രയോ ദിവസങ്ങളോളം സഞ്ചരിക്കുന്ന ദൂരത്തോളം ഓരോ വാതിലിന്റെ ഇടയിലുള്ള അകൽച്ചയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ ഉത്ബ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, സ്വർഗത്തിലെ 2 വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം. കട്ടിലെന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കപ്പ ഇപ്പൊ കട്ടള, അതായിരിക്കും. 2 വാതിലുകൾക്കിടയിലുള്ള സ്ഥലമല്ല, ആ കട്ടലകൾക്കിടയിലുള്ളത്. അപ്പൊ അത്ര വാതിലിന്റെ വിശാലത നോക്കിയാൽ മതി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 40 വർഷത്തെ വഴിദൂരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മെമ്പറെ കേക്ക്, ഇതിനകത്തുള്ള സ്ഥലം എത്ര
രണ്ട് കട്ടളകൾ, രണ്ട് സൈഡിലിരിക്കുന്ന രണ്ട് കട്ടളകൾക്കിടയിലുള്ള ദൂരം 40 വർഷത്തെ വഴി ദൂരം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? എത്ര? 8 കവാടം. സ്വർഗത്തിന്റെ മധ്യ കവാടം ഏതാ? കുറെ കാലം കൊണ്ട് വഴുത് വെക്ക പറ. സ്വർഗത്തിന്റെ മധ്യവാതിലേതാ? പറയടാ ചങ്ങായിമാരെ, ആരാടാ? വല്ല ഗെയിമിനെ കുളിച്ച് ചോദിക്കും ഉസ്താദെ, എപ്പോ പറഞ്ഞുതരാ. സ്വർഗത്തിന്റെ മധ്യ കവാടം ഏതാ? ആരാ മനുഷ്യ? വാപ്പയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, പക്ഷെ വാതിലി കൂടല്ലേ കയറാൻ പറ്റൂ. ഉമ്മാടെ കാൽച്ചുവട്ടിലാ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിലേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ. പക്ഷെ കവാടം വേണ്ട, വാതിലിൽ കൂടല്ലേ കയറാൻ പറ്റൂ. അപ്പൊ വീടിന്റെ മധ്യവാതിലാരാ? അത് വാപ്പയാ. അപ്പൊ വാപ്പാടെ പൊരുത്തവും വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കവാടത്തിനും പ്രത്യേകം പേരുകളുമുണ്ട്. അതിനകത്തുകൂടെ കിടക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രവേശനത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാക്ക്, ഇത് സ്ത്രീ, ഇത് പുരുഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ബസ്സിനകത്ത് കയറിയ വികലാംഗന സീറ്റ്, വൃദ്ധന്മാർക്ക്, മുതിർന്ന പൗരന്, കണ്ടക്ടറിന്, അല്ലേ, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് എന്ന് പറയണ പോലെ സ്വർഗത്തിന് പ്രത്യേക കവാടങ്ങളുണ്ട്. നമസ്കാരക്കാർക്ക് ബാബു സ്വലാത്ത്, നമസ്കരിക്കുന്നവർക്ക് കടന്നു പോകാൻ ബാബു സ്വലാത്ത്, നോമ്പുകാരന് കടന്നു പോകാൻ ബാബു റയ്യാൻ, ജിഹാദ് ചെയ്യുന്നവർക്ക് ബാബുൽ ജിഹാദ്, സദക്ക ചെയ്യുന്നവർക്ക് ബാബു സദക്ക എന്നിങ്ങനെ ചില പേരുകൾ തന്നെ വാതിലുകൾക്കുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലെ ഒരു വാതിൽ റയ്യാൻ എന്നറിയപ്പെടും. അതിലൂടെ നോമ്പുകാരനല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും 2 ഇണകളെ ചെലവഴിച്ചാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അവനെ വിളിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത്. ഇനി പറയാൻ പോകുന്നത്, എന്നാൽ സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാക്ക്, ഇത് ഇന്നാക്ക്, ഇത് നിസ്കരിച്ചവന്, ഇത് ഖുർആൻ ഓതിയത്, ഇത് ജിഹാദ് ചെയ്തവന്, ഇത് സദക്ക കൊടുത്തത്, ഇത് നോമ്പ് പിടിച്ചവന്, ഇത് മാതാപിതാക്കളെ സ്നേഹിച്ചവന്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ 8 കവാടങ്ങളും ഒരാൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വർഗത്തിന്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നിട്ടിട്ട് വിളിക്കണം, സിറാജ് ഇതിലേവാ, ഇതിലേവാ, ഇതിലേവാ. നമ്മള് ചില കടയുടെ ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് കച്ചവടക്കാരുടെ അടുത്ത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വിളിക്കാറില്ല. നമ്മളെ പച്ചക്കറി വിളിക്കണല്ലോ. എല്ലാം കൂടെ 8 വാതിലും വിളിക്കുക, ഇങ്ങോട്ട് വാ. 8 കവാടവും വിളിക്കുന്നു, നീ എന്നിലൂടെ കയറിപ്പോ, നീ എന്നിലൂടെ കടന്നുപോ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടവും മാടി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.